भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭഗവാനുള്ള അക്ഷരപൂജ, ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ സമർപ്പണം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 863 ദിവസം. ഏകാദശ സ്കന്ധം ഉദ്ധവഗീത, ഭഗവതുദ്ധവ സംവാദമാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സാഖ്യയോഗത്തെ പ്രതിപാദിക്കുന്ന 24-ാമത്തെ അധ്യായം, അതിൽ 22-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. പ്രളയത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ബ്രഹ്മാണ്ടം ഞാനാകുന്ന കാലസ്വരൂപനാകുന്ന എന്നിൽ ലയിക്കണു. അപ്പോൾ പലതരത്തിലുള്ള ഭേദങ്ങൾ നശിച്ച് ഇത് 5 തരത്തിലുള്ള പദാർത്ഥങ്ങളായിട്ട് പഞ്ചഭൂതങ്ങൾ, ആ പഞ്ചഭൂതങ്ങളുടെ നാനാത്വം നശിച്ചിട്ട്, പഞ്ചഭൂതങ്ങളുടെ ചേർച്ച കൊണ്ടാണ് നാനാത്വം ഉണ്ടായത്. ആ പഞ്ചഭൂതങ്ങളുടെ ചേർച്ച കൊണ്ടുണ്ടായ നാനാത്വം നശിച്ച് അവസാനത്തിലും അത് പഞ്ചഭൂതങ്ങളായിട്ട് തന്നെ തീർന്നു. ഇതാണ് പ്രലയം അല്ലെങ്കിൽ പ്രളയം. അന്നേ പ്രലീയത്തെ മർത്യമന്നം ധാനാസുലീയത്തെ. ധാനാ ഭൂമൗ പ്രലീയന്തേ ഭൂമിർഗന്ധേ പ്രലീയത്തെ. മർത്യം ശരീരം, അന്നേ അന്നത്തിലും, അന്നം ഭക്ഷണപദാർത്ഥം, ധാനാസു ധാന്യങ്ങളിലും, ധാനാഹ ആ ധാന്യങ്ങളുടെ ബീജങ്ങൾ, ഭൂമൗ ഭൂമിയിലും, ഭൂമി ഗന്ധേ ഭൂമി ഗന്ധത്തിലും പ്രളീയത്തെ ലയിക്കണു എന്നാണ്.
തസ്മാദ്വാ ഏതസ്മാദാത്മന ആകാശഃ സംഭൂതഃ ആകാശാദ്വായു വായോരഗ്നി അഗ്നേരാപഃ അദ്ഭ്യാ പൃഥിവി പൃഥിവ്യാ ഓഷധയഃ ഓഷധീഭ്യോ അന്നം അന്നാത് പുരുഷം. അതാണ് ആ സൃഷ്ടിയുടെ ക്രമം. അവിടെ പറയുകയാണ് ആത്മാവിൽ നിന്ന് ഏതസ്മാത് ആത്മനഃ ആകാശഃ, ആകാശം ഉണ്ടാവുന്നു. ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഭൂമി, ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ, സസ്യങ്ങളിൽ നിന്ന് ഭക്ഷണപദാർത്ഥം, അതിൽ നിന്ന് ജീവൻ. ഇങ്ങനെയാണ് സൃഷ്ടിക്രമം. ഇതിന് വിപരീതമായിട്ടുള്ളത് അതിൻ്റെ ലയം എന്നുള്ള ക്രമം. ഭക്ഷണപദാർത്ഥങ്ങൾ ഇല്ലാതെയായാൽ പിന്നെ എന്താവും? ദേഹം ഇല്ലാതെയാവും. അപ്പൊ ശരീരം അന്നത്തിൽ ലയിക്കണു, അന്നം വിത്തുകളിൽ ലയിക്കണു, വിത്ത് ഭൂമിയിൽ ലയിക്കണു, ഭൂമി തന്മാത്രമായിരിക്കുന്ന ഗന്ധത്തിൽ ലയിക്കണു, പഞ്ചതന്മാത്രകൾ. അപ്സു പ്രളീയത്തെ ഗന്ധ, ഗന്ധം എന്തിലേക്ക് ലയിക്കണു? ജലത്തിലേക്ക് ലയിക്കണു. ആപഹ ആപശ്ച സ്വഗുണേ രസേ, ജലം തൻ്റെ ഗുണമായ രസേ, രസത്തിൽ, ആ രസം ജ്യോതിഷി അഗ്നിയിൽ ലീയത്തെ, ജ്യോതിഷി രസോ ജ്യോതി രൂപേ പ്രളീയത്തെ, ജ്യോതി ആ അഗ്നി എന്തിലേക്ക് ലയിക്കണു? രൂപത്തിൽ ലയിക്കണു. ഗന്ധം ജലത്തിലും, ജലം അതിൻ്റെ തന്നെ ഗുണമായിരിക്കുന്ന രസത്തിലും, രസം അഗ്നിയിലും, ആ അഗ്നി രൂപത്തിലും ലയിക്കണു എന്ന് കാണിക്കണു. അപ്പൊ കേവല രൂപത്തിലേക്ക് അഗ്നി ലയിക്കണു. രൂപം വായൗ സച സ്പർശേ ലീയത്തെ സോപി ചാംബരേ അംബരം ശബ്ദതന്മാത്ര ഇന്ദ്രിയാണി സ്വയോനിഷു. രൂപം വായൗ, രൂപം വായുവിലും, സച ആ വായു സ്പർശേ സ്പർശത്തിലും, ലീയത്തെ ലയിക്കണു, സോപി സ അപി ആ സ്പർശം, അംബരേ ആകാശത്തിലും, അംബരം ശബ്ദതന്മാത്രേ ശബ്ദതന്മാത്രത്തിലും, ലീയത്തെ ലയിക്കണു. ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളോ, സ്വയോനിഷു അവരവരുടെ ഉൽപ്പത്തി സ്ഥാനങ്ങളിൽ ലയിക്കണം. ഇപ്പം രൂപം വായുവിലും, വായു സ്പർശത്തിലും, സ്പർശം ആകാശത്തിലും, ആകാശം ശബ്ദതന്മാത്രത്തിലും ലയിക്കണു. ഇപ്പൊ താമസാഹങ്കാരത്തിൽ നിന്നുണ്ടായ ഇന്ദ്രിയങ്ങളുടെ ലയമാണ്. ഇനി താമസം കഴിഞ്ഞാൽ രാജസം, രാജസാഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായ ഇന്ദ്രിയങ്ങളുടെ ലയത്തെ പറയാണ്. ഇന്ദ്രിയങ്ങൾ അവയെ പ്രവർത്തിപ്പിക്കുന്ന ദേവതകളിൽ, ഇന്ദ്രിയാണി സ്വയോനിഷു അവയുടെ ഉൽപ്പത്തി സ്ഥാനങ്ങളിൽ ലയിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം എന്താ? അത് പ്രവൃത്തിയാണ്, അല്ലേ? പ്രവൃത്തി ദേവതകളുടെ അധീനതയിലായതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ദേവതകളിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞു. പരമാർത്ഥത്തിൽ രാജസാഹങ്കാരജന്യമായ ഇന്ദ്രിയങ്ങൾ രാജസാഹങ്കാരത്തിൽ തന്നെയാണ് ലയിക്കുന്നത്. അതിന് കാരണം രാജസാഹങ്കാരത്തിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്. പിന്നെയോ യോനിർ വൈകാരിക സൗമ്യ ലീയത്തെ മനസീശ്വരേ ശബ്ദേ ഭൂതാദിമപ്യേതി ഭൂതാദിർ മഹതി പ്രഭു. ഹേ സൗമ്യ, ഇവിടെ പറയുകയാണ് യോനി ഉൽപ്പത്തി സ്ഥാനം, ഈശ്വരേ നാഥനായ, മനസി ആ മനസ്സിലും, മനഹാച്ച മനസ്സോ, വൈകാരികേ അതെന്താണ്? സാത്വികാഹങ്കാരത്തെയാണ് വൈകാരികം എന്ന് പറയുന്നത്. ആ സാത്വികാഹങ്കാരത്തിൽ ശബ്ദം ഭൂതാദിം താമസാഹങ്കാരത്തെയും പ്രാപിക്കുന്നു. പ്രഭു എല്ലാത്തിനും സമർത്ഥനായ, ഭൂതാദി അഹങ്കാരം മഹതി മഹത്തത്വത്തിൽ ലയിക്കുന്നു. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ദേവതകൾ അവർക്കുകൂടി നാഥനായ മനസ്സിലേക്കും, മനസ്സ് ആ ദേവതകളോടുകൂടി സാത്വികാഹങ്കാരത്തിലും ലയിക്കുന്നു. ഭൂതങ്ങളുടെ ലയം പറഞ്ഞതിൽ ആകാശം ശബ്ദതന്മാത്രയിൽ ലയിക്കണു എന്ന് പറഞ്ഞു. അപ്പൊ ആ ശബ്ദതന്മാത്രയോ അതിൻ്റെ അല്ലെങ്കിൽ ഭൂതങ്ങളുടെ ആദികാരണമായ താമസാഹങ്കാരത്തിൽ ലയിക്കുന്നു. അങ്ങനെ 3 വിധത്തിലുള്ള അഹങ്കാരങ്ങളും അവയിലുള്ള ജഡാംശങ്ങളെ പരിത്യജിക്കണം, ഉപേക്ഷിക്കണം. ജ്ഞാന ക്രിയാശക്തി മാത്രമായി സ്ഥിതി ചെയ്യുന്നതിനാൽ അത് മഹത്തത്വത്തിൽ ലയിക്കണം. ഈ ലോകത്തിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള ഭേദങ്ങൾ പ്രകാശിപ്പിക്കാനുള്ള ശക്തി ഈ 3 അഹങ്കാരങ്ങളിലുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളെ ജനിപ്പിക്കാൻ ശക്തനാണ്
അങ്ങനെയുള്ള ആളുകളെയാണ് പ്രഭു എന്ന് പറയുക. അത് അഹങ്കാരത്തിന് ഇവിടെ കൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ ലീയത്തെ മഹാൻ സ്വേഷു ഗുണേഷു ഗുണവത്തമ തേ അവ്യക്തേ സംപ്രലീയന്തേ തത്കാലേ ലീയത്തെ അവ്യയേ. ഗുണവത്തമഃ വിശിഷ്ടഗുണവാനായ സ മഹാൻ, ആ മഹത്തത്വം സ്വേഷു ഗുണേഷു തൻ്റെ ഗുണങ്ങളിൽ ലയിക്കുന്നു. ലീയത്തെ തേ ആ ഗുണങ്ങളോ അവ്യക്തേ അവ്യക്തത്തിലും സംപ്രലീയന്തെ ലയിക്കുന്നു. അത് തത്ത് അവ്യയേ കാലേ ലീയത്തെ അത് അവ്യയമായിരിക്കുന്ന നാശമില്ലാത്ത കാലത്തിൽ ലയിക്കുന്നു. ഇപ്പം ജ്ഞാനശക്തിക്കും ക്രിയാശക്തിക്കും കാരണമായിരിക്കുന്നത് കൊണ്ട് വിശിഷ്ട ഗുണമുള്ളതാണ്. അതുകൊണ്ടാണ് മഹാൻ എന്ന് പറയുന്നത്, മഹത്തത്വം. ആ മഹത്തത്വം ഗുണങ്ങളിൽ ലയിക്കണം. കേവല ഗുണസ്വരൂപമായിരിക്കുന്ന ജ്ഞാനം, ക്രിയ എന്ന വിഭാഗങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഗുണങ്ങളായി നിൽക്കണം. ആ ഗുണങ്ങൾ പ്രകൃതിയിൽ ലയിക്കണം. അങ്ങനെ സത്വരജസ്തമോ വിഭാഗങ്ങളെ ഉപേക്ഷിച്ച് സമമായ അവസ്ഥയിലേക്ക് എത്തണം. ഈ സമാവസ്ഥ ഇല്ലാതെയാകുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ആദ്യം കേട്ടു. അപ്പോൾ ഒന്നിനൊന്ന് അധികരിക്കാതെ ഗുണങ്ങൾ സമമായിരിക്കുന്ന അവസ്ഥയ്ക്ക് അവ്യക്തം അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നു. പ്രകൃതി ക്ഷോഭിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങൾക്ക് ആ സമഭാവം നഷ്ടപ്പെട്ടു എന്നാണ്. ആ പ്രകൃതി എന്തിലേക്ക് ലയിക്കണു? കാലത്തിലേക്ക് ലയിക്കണു. കാലത്തിന് നാശമില്ല എന്നാണ്, കാലത്തിൻ്റെ ഉപരതി എന്നാണ് പറയുക. എന്നുവെച്ചാൽ ഒന്നും ചെയ്യാതെ സ്വസ്ഥമായിട്ടിരിക്കുന്ന അവസ്ഥ, ഉപരതി എന്നുള്ള അവസ്ഥ. അപ്പോൾ ഇവിടെ ഈ കാലമോ, കാലോ മായാമയേ ജീവേ ജീവ ആത്മനിമയ്യജേ ആത്മാ കേവല ആത്മസ്ഥോ വികൽപ്പാപായ ലക്ഷണ. കാലം മായാമയേ ജീവേ മായാരൂപനായിരിക്കുന്ന ജീവനിലും, ജീവൻ അജേ അജൻ എന്ന് പറഞ്ഞാൽ ജന്മരഹിതനായ ആത്മനീമയി ആത്മാവായ എന്നിലും, കേവലഹ ഏകനായി, വികൽപ്പാപായ ലക്ഷണ ഉൽപ്പത്തിക്കും നാശത്തിനും അവധിയായി ഭവിച്ചിരിക്കുന്ന ആത്മാവ് ആത്മസ്ഥ അത് വേറെ ഒന്നിലേക്ക് ലയിക്കാനില്ല, ആ ആത്മാവിൽ തന്നെ ഇരിക്കണം. ഉപരതിയെ പ്രാപിച്ച ആ സമാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്ന കാലം മായാരൂപമായ ജീവനിൽ ലയിക്കണം. ലോകത്തെ സൃഷ്ടിക്കുന്ന മഹാപുരുഷന്റെ ആദ്യ ഉപകരണം കാലമായതുകൊണ്ട് അതും സൃഷ്ടിക്കപ്പെടാൻ യോഗ്യമായൊരു പദാർത്ഥം. കാലം ചരന്തം സൃജതീശ ആശ്രയം. പ്രവർത്തിപ്പിക്കുന്ന ശക്തിയോടുകൂടിയ കാലത്തെ അങ്ങയുടെ ഉപകരണമായിട്ട് അങ്ങ് സൃഷ്ടിക്കണം. സപ്തമസ്കന്ധത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് കാലം ജീവനിൽ ലയിക്കുന്നു പറഞ്ഞു. ജീവനോ, ജീവൻ ആത്മാവിൽ ലയിക്കുന്നു. ആ ജീവഭാവം നശിച്ചു ഇല്ലേ? കാരണം ജീവൻ ഒരൊറ്റ ജീവനേ ഉള്ളൂ, മറ്റൊരു പ്രതിയോഗിയില്ല. ഇപ്പോൾ എല്ലാം ലയിച്ചിരിക്കുന്നു. ജീവൻ ജന്മരഹിതനായി ആത്മാവായിരിക്കുന്ന എന്നിൽ ലയിക്കുന്നു. പരിപൂർണമായി നാശരഹിതനായി ഇരിക്കണു എന്നർത്ഥം. ഇനി ആത്മാവ് എന്തിലേക്ക് ലയിക്കും? ആത്മാവല്ലാതെ വേറെ ഒന്നുമില്ല. ഉണ്ടായ പദാർത്ഥങ്ങൾക്കൊക്കെ ലയം പറയപ്പെട്ടു. ഉണ്ടാകുന്നതിനും ലയിക്കുന്നതിനും കാരണമായിരിക്കുന്ന ആത്മാവ് സൃഷ്ടിക്കും സ്ഥിതിക്കും ലയത്തിനും അപ്പുറത്താണ്, അതിനവധിയാണ്, അതിനപ്പുറത്തില്ല. അതുകൊണ്ട് നിരുപാധികനായ ഉപാധിരഹിതനായിരിക്കുന്ന ആത്മാവ് പരിപൂർണനായി സദ്രൂപനായി ആത്മാവിൽ തന്നെ ഇരിക്കുന്നു. ആത്മാവ് ആത്മസ്ഥം, ആത്മാവിൽ തന്നെ ഇരിക്കുന്നു. എല്ലാത്തിൻ്റെയും പരമാവധി എന്ന് പറയുന്നത് പരമമായ അവധി അല്ലേ? ഇതാണ് പരമാവധി. ആ പരമാവധി ഇത് തന്നെയാണ്. ഏവമന്വീക്ഷമാണസ്യ കഥം വൈകൽപ്പികോ ഭ്രമ മനസോ ഹൃദി തിഷ്ഠേത വ്യോംനീവാർക്കോദയേതമ. ഏവം അന്വീക്ഷമാണസ്യ ഇങ്ങനെ ആലോചിച്ച് കാണുന്ന ഒരാൾക്ക് മനസഹ വൈകൽപ്പിക മനസ്സിൻ്റെ വികൽപ്പത്തിൽ നിന്നുണ്ടായ ഭ്രമ തെറ്റായ ധാരണ കഥം ഹൃദി തിഷ്ഠേത എങ്ങനെ ഹൃദയത്തിൽ നിലനിൽക്കും ഇത് മനസ്സിലായിക്കഴിഞ്ഞാൽ അർക്കോദയെ വ്യോംനീം തമ ഇവ സൂര്യോദയത്തിൽ ആകാശത്തിൽ ഇരുട്ട് എന്നതുപോലെ സൂര്യൻ ഉദിക്കുമ്പോൾ
ആകാശത്തിലെ ഇരുട്ട് അപ്രത്യക്ഷമാവുന്നു. അപ്പോൾ ഉണ്ടായതിൻ്റെയും നശിക്കുന്നതിൻ്റെയും സ്വഭാവത്തെ വിവരിച്ചു. ആദ്യം സൃഷ്ടി, പിന്നെ ലയം. അപ്പോൾ ആത്മാവിനെ അതിൽ നിന്ന് വേറിട്ടതായി കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് സാഖ്യശാസ്ത്രം. ഇതിനെ ചുരുക്കി പറഞ്ഞ ശേഷം ഇതിനെ വേണ്ട പോലെ ധരിച്ചാൽ എന്താണ് ഗുണം, അതിൻ്റെ ഫലം എന്താണ് എന്ന് പറയുകയാണ്. തെറ്റായ ധാരണ കൊണ്ടാണ് നമുക്ക് നാനാത്വം തോന്നുന്നത്. ഈ തോന്നൽ നശിക്കണമെങ്കിൽ എന്ത് വേണം? ഉൽപ്പത്തി ലയ ക്രമങ്ങൾ അനുലോമമായും പ്രതിലോമമായും ചിന്തിച്ച് ഉറപ്പിക്കണം. എപ്പോഴും അതിനെ മാത്രം വിചാരിച്ചിരുന്നാൽ ആ ബോധം ഉറയ്ക്കുന്നതാണ്. അങ്ങനെ ആ ബോധം ഉറച്ചു കഴിഞ്ഞാൽ അയാളുടെ ഹൃദയത്തിൽ ഏകാത്മഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റൊന്നും ഉണ്ടാവില്ല. ഇനി നാനാത്വഭ്രമം കുറച്ചു സമയം ഉണ്ടായാൽ തന്നെ അത് നിലനിൽക്കില്ല. ഏതുപോലെ സൂര്യൻ ഉദിച്ചു പ്രകാശിക്കുമ്പോൾ ഇരുട്ടിന് ആകാശത്തിൽ പിന്നെ സ്ഥാനമില്ല. അവിടെ എല്ലാവർക്കും അറിയാം ഇല്ലേ? അപ്പോൾ ബാഹ്യമായ സൂര്യോദയവും ആന്തരികമായ ജ്ഞാനോദയവും, അവിടെയും ജ്ഞാനസൂര്യൻ ഉദിക്കുകയാണ്. അങ്ങനെ ഉദിക്കുമ്പോൾ ബാഹ്യമായ അന്ധകാരത്തിൻ്റെ നാശം പോലെ ആന്തരികമായ ആ അജ്ഞാനമായിരിക്കുന്ന അന്ധകാരമായിരിക്കുന്ന അറിവില്ലായ്മയുടെ നാശവും ഉണ്ടാവണം. ഭഗവാൻ അവിടെ വേണ്ട പോലെ പറഞ്ഞു തരികയാണ്. ഏതായാലും ഇവിടെ പറഞ്ഞു, ഏഷ സാഖ്യവിധി പ്രോക്തഃ സംശയഗ്രന്ഥിഭേദനഃ പ്രതിലോമാനുലോമാഭ്യാം പരാവരദൃശാമയ. പ്രതിലോമ അനുലോമാഭ്യാം, പ്രതിലോമം അനുലോമം എന്ന ക്രമങ്ങളാൽ കൊണ്ട് പരാവരദൃശാഹ കാര്യകാരണങ്ങളെ വേണ്ട പോലെ അറിയുന്ന മയ എന്നാൽ സംശയഗ്രന്ഥിഭേദന സകല സംശയഗ്രന്ഥികളെയും നശിപ്പിക്കുന്ന ഏഷ സാഖ്യവിധി, ഈ സാഖ്യക്രമം പ്രോക്ത പറയപ്പെട്ടു. ഭഗവാൻ പറയുകയാണ്, ആകാശത്തിൽ നിന്ന് വായു തുടങ്ങിയവ ക്രമത്തിൽ ഉണ്ടായി എന്ന് കാണിച്ചു. അതാണ് അനുലോമം എന്നുള്ളത്. ഭൂമി ജലത്തിൽ, ജലം അഗ്നിയിൽ ഇങ്ങനെ ഉണ്ടായ ക്രമം വിപരീത ക്രമത്തിൽ, അതിന് പ്രതിലോമം എന്ന് പറയുന്നു. ഈ അനുലോമവും പ്രതിലോമവും സൃഷ്ടി എങ്ങനെയുണ്ടായി എന്നും ലയം എങ്ങനെ സംഭവിച്ചു എന്നും നിരന്തരമായ ധാരണ കൊണ്ട് ഇത് നന്നായി അറിഞ്ഞു കഴിഞ്ഞാൽ കാരണത്തിൻ്റെയും കാര്യത്തിൻ്റെയും സൂക്ഷ്മജ്ഞാനം ഉള്ളിലുണ്ടാവും. അപ്പോൾ ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യകർമാണി എന്നാണ്. ഹൃദയഗ്രന്ഥികൾ തകരുകയും എല്ലാ സംശയങ്ങളും തീരുകയും അതേപോലെ കർമ്മങ്ങൾ ഒടുങ്ങുകയും ചെയ്യും. ഇപ്പം കാര്യകാരണങ്ങളുടെ സൂക്ഷ്മജ്ഞാനം ഉണ്ടാവുമ്പോൾ സകല സംശയങ്ങളും തീരും. സംശയങ്ങൾ തീരുന്നതോടുകൂടി ബന്ധങ്ങൾ നശിക്കും. അങ്ങനെ എൻ്റെ ഭക്തന്മാര് ബന്ധങ്ങളിൽ നിന്ന് മുക്തരായി തീരാൻ, അതിനുവേണ്ടി പരമാനന്ദ സ്വരൂപികളായിട്ടിരിക്കാൻ, അമൃതസ്വരൂപികളാണ് അവരെ ആ നിലയ്ക്ക് നിലനിർത്താൻ കാര്യകാരണങ്ങളെ അറിഞ്ഞിരിക്കുന്ന ഞാൻ പരാവരദൃശാഹ മയ എന്നാണ്. ഈ കാര്യകാരണങ്ങളെ അറിഞ്ഞിരിക്കുന്ന എന്നാൽ ഈ സാഖ്യവിധി, ഈ സാഖ്യ സാരം, ഈ സാഖ്യയോഗം, ഈ സാഖ്യതത്വം ഇവിടെ നിനക്കായി ഞാൻ ഉപദേശിച്ചു തന്നു എന്ന് പറയുകയാണ് ഭഗവാൻ. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ പാരമഹംസ്യാം സംഹിതായ വയ്യാസക്യാം അഷ്ടാദശ സാഹസ്ര്യാം എന്നൊക്കെയാണ് ഭാഗവതം പറയുക. സാക്ഷാൽ ശ്രീശുകൻ, വേദവ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി പാടിയ അഷ്ടാദശ സാഹസ്ര്യാം 18,000 ശ്ലോകങ്ങളോടുകൂടിയ പരമഹംസ സംഹിതയായ ശ്രീമദ് ഭാഗവതത്തിൽ മഹാപുരാണേ ഏകാദശ സ്കന്ധേ 11ാമത്തെ അധ്യായത്തിൽ സാഖ്യതത്വ നിരൂപണം നാമ, സാഖ്യതത്വ നിരൂപണം എന്നുള്ള 24-തമോധ്യായ അല്ലെങ്കിൽ 24-ാധ്യായ എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നു. 24ാമത്തെ അധ്യായം പൂർത്തിയാവണു എന്നാണ്. ഇനി 25ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ
ഭഗവാൻ ഉദ്ധവന് ഉപദേശം ആരംഭിക്കുന്നു. ആ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഉപദേശം 25-ാമത്തെ അധ്യായം നമുക്ക് നാളെ അനുസ്മരിക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കലിസന്ധരണോപനിഷത്തിലെ ആ മഹാമന്ത്രം ജപിച്ചും കൊണ്ട് നമുക്കിന്ന് സമർപ്പിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം.
നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.